നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ജെയ് സ്ലേറ്ററിനായുള്ള തിരച്ചിൽ ടെനറിഫ് പോലീസ് അവസാനിപ്പിച്ചു. ടെനറിഫിൽ കാണാതായ ബ്രിട്ടീഷ് കൗമാരക്കാരൻ ജെയ് സ്ലേറ്ററിനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. 19 വയസ്സ് പ്രായമുള്ള ജെയ് സ്ലേറ്ററിനെ ജൂൺ 17 തിങ്കളാഴ്ച മുതലാണ് സ്പെയിനിലെ ടെനറിഫിൽ നിന്ന് കാണാതായത്. ലങ്കാഷെയറിൽ നിന്നുള്ള ജെയ് സ്പാനിഷ് ദ്വീപിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു. തന്റെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ കൂട്ടാതെ ജെയ് സ്ലേറ്റർ ഒറ്റയ്ക്ക് അന്നേ ദിവസം ഒരു യാത്ര നടത്തിയത് എന്തിനായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാത്തത് സംഭവത്തിന്റെ ദുരൂഹത കൂട്ടുകയാണ്. ഇത്തരം ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് ജെയ് വേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നില്ല എന്നതും വ്യക്തമാണ്. മിസ്റ്റർ സ്ലേറ്ററിനെ അവസാനമായി കണ്ട സ്ഥലത്തുള്ള മലയിടുക്കുകളിലും കുത്തനെയുള്ള പാറക്കെട്ടുകളിലും തിരച്ചിൽ നടത്തിയിരുന്നു. ഗാർഡിയ സിവിൽ മിസ്റ്റർ സ്ലേറ്ററിനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചുവെങ്കിലും കേസ് ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. ബാൽമോറൽ കാസിൽ 170 വർഷത്തിന് ശേഷം പൊതുജനങ്ങൾക്കായി തുറക്കുന്നു. 170 വർഷത്തിനിടെ ആദ്യമായി UK രാജകുടുംബം ഇന്ന് ബാൽമോറൽ കാസിൽ പൊതുജനങ്ങൾക്കായി തുറക്കുന്നു. പ്രവേശന ഹാൾ, റെഡ് കോറിഡോർ, പ്രധാന ഫാമിലി ഡൈനിംഗ് റൂമുകൾ, ലൈബ്രറി, ഡ്രോയിംഗ് റൂം എന്നിങ്ങനെ നിരവധി മുറികളിൽ ഗൈഡ് ടൂർ നടത്താൻ സന്ദർശകരെ അനുവദിക്കും. വിക്ടോറിയ രാജ്ഞി തിരഞ്ഞെടുത്ത യഥാർത്ഥ ശൈലിയായ ഡ്രോയിംഗ് റൂം പരവതാനികൾ ഹണ്ടിങ് സ്റ്റുവേർട്ട് ഡാനിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഉൾപ്പെടെ ചാൾസ് രാജാവായതിനു ശേഷം വരുത്തിയ കൂട്ടിച്ചേർക്കലുകൾ പൊതുജനങ്ങൾക്ക് കാണാനാകും. ഗൈഡ് ടൂറുകൾക്കുള്ള ടിക്കറ്റുകൾ ഉച്ചയ്ക്ക് ചായക്കൊപ്പം 100 പൗണ്ട് അല്ലെങ്കിൽ 150 പൗണ്ടാണ് വില. വിൽപ്പന ആരംഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റുകൾ വിറ്റു തീർന്നിരുന്നു. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 4 വരെ ഒരു ദിവസം 40 പേർക്ക് ഇവിടം സന്ദർശിക്കാൻ അനുവാദമുണ്ട്. 1852 ആൽബർട്ട് രാജകുമാരൻ 32,000 പൗണ്ടിന് വാങ്ങിയത് മുതൽ രാജകീയ സമ്മർ ട്രീറ്റ് ഒരു രാജകീയ വസതിയിലാണ്. പൊതുജനങ്ങൾക്ക് മുൻപ് ബാൽമോറലിന്റെ ബോൾ റൂമും കോട്ടയുടെ മൈതാനവും മാത്രമേ സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് സർപ്രൈസ് ബില്ലുകൾ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. അവസാന വർഷ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് അവരുടെ വാടക താമസത്തിന്റെ അവസാന കുറച്ച് ആഴ്ചകളിൽ കൗൺസിൽ നികുതി കുടിശ്ശികയില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കോഴ്സ് സമയത്ത് വിദ്യാർത്ഥികളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയും അവസാന വർഷം പൂർത്തിയായ ഉടൻ തന്നെ അവർക്ക് പണം അടയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് സാധാരണയായി ജൂൺ തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥി പദവി അവസാനിക്കുമെന്ന് UK സർക്കാർ പറയുന്നു. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥിയുടെ കാലാവധി ജൂൺ 10 അവസാനിക്കുകയാണെങ്കിൽ ജൂൺ 11 മുതൽ അവർ കൗൺസിൽ നികുതിക്ക് ബാധ്യസ്ഥരാകും. ഈ നിയമം അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ബാധകമാകൂ. സെൻട്രൽ ലണ്ടനിലെ പ്രൈഡ് പരേഡിൽ 10,000. സെൻട്രൽ ലണ്ടനിൽ നടന്ന ഈ വർഷത്തെ പ്രൈഡ് പരേഡിൽ 10,000-കണക്കിന് ആളുകൾ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച് മാർച്ചിൽ പങ്കെടുത്തു. 2024 വി ആർ എവരിവെയർ എന്ന തീമുള്ള വാർഷിക ഈവന്റിന്റെ വൈവിധ്യത്തെ ആഘോഷിക്കുകയും അഭിമാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രകടനവുമാണിത്. ലണ്ടനിലെ ലേബർ മേയർ സാദിഖ് ഖാനും ഭാര്യ സാദിയ ഖാനും മറ്റു ഉദ്യോഗസ്ഥർക്കൊപ്പം ചേർന്ന് ഉച്ചയോടെ പരേഡ് ആരംഭിച്ചു. ബാൻഡുകൾ, ഫ്ലോട്ടുകൾ എന്നിവ ചടങ്ങിൽ അവതരിപ്പിച്ചു. വാദ്യഘോഷങ്ങളോടെയും ആഘോഷങ്ങളോടെയും പരേഡ് ട്രാഫൽഗർ സ്ക്വയറിൽ സമാപിച്ചു. വെയർഹൌസ് ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ മലയാളി യുവാവ് മരണപ്പെട്ടു. 5 മാസം മുൻപ് UKയിലെത്തിയ മലയാളി യുവാവ് UKയിൽ വെയർഹൌസ് ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ മരിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെ ബെഡ്ഫോർഡിലെ വെയർഹൌസിൽ ജോലിക്കിടെയുണ്ടായ അപകടത്തിലാണ് കാലടി സ്വദേശിയായ റെയ്ഗൻ ജോസ് മരിച്ചത്. അപകടത്തിൽ റെയ്ഗനൊപ്പം നേപ്പാൾ സ്വദേശിയായ ഒരു യുവാവും മരിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഭാരമുള്ള വസ്തു വീണുണ്ടായ അപകടത്തിലാണ് ഇരുവർക്കും മരണം സംഭവിച്ചത്. മൃതദേഹം ബെഡ്ഫോർഡ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം T20 വേൾഡ് കപ്പ് സ്വന്തമാക്കി ഇന്ത്യയുടെ ആഘോഷങ്ങൾ തുടരുന്നു. ബാർബഡോസിലെ കിങ്സ്റ്റൺ ഓവലിൽ നടന്ന T20 ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മിന്നും വിജയം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ടീം ഇന്ത്യയുമായി ഫോണിൽ സംസാരിക്കുകയും എല്ലാ കളിക്കാരെയും അഭിനന്ദിക്കുകയും ചെയ്തു. തന്റെ ട്വിറ്ററിൽ ഇതേക്കുറിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ വർഷത്തെ ലോകകപ്പ് വിജയം മലയാളികൾക്ക് അഭിമാനമായി സഞ്ജു സാംസന്റെ ടീമിലെ സാന്നിധ്യം. എന്നാൽ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറുകയെന്ന മോഹം പൊലിഞ്ഞെങ്കിലും ടീമിനൊപ്പം കിരീടമുയർത്താൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് മലയാളിയുടെ പ്രിയതാരം സഞ്ജു സാംസൺ. ടൂർണമെന്റിൽ ഇന്ത്യയുടെ 8 മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ടീമിൽ കാര്യമായ അഴിച്ചുപണികൾ നടത്താതെ ഒരേ ടീമിനെ തന്നെ ഫൈനൽ വരെ ഇന്ത്യ ഇറക്കിയതോടെ സഞ്ജു സ്ഥിരമായി ബെഞ്ചിൽ ഒതുങ്ങുകയും ചെയ്യുകയായിരുന്നു. കളിയെ തുടർന്ന് സഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ടും ആഘോഷങ്ങൾ തുടങ്ങട്ടെ എന്ന് പോസ്റ്റ് ചെയ്തത് വൈറലായിരിക്കുകയാണ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.